കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിൽ കടുവ. പന്നിയാമലയിലെ കൃഷിയിടത്തിലാണ് കടുവ കുടുങ്ങിയത്. കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത്. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം. അരുൺ പൂപ്പറമ്പ തൊട്ടുപിന്നാലെ വിവരങ്ങളുമായി ഉണ്ടാകും. കണ്ണൂർ കൊട്ടിയൂരിലാണ് കൃഷിയിടത്തിൽ കടുവയെ കണ്ടെത്തിയത്. പന്നിയാമലയിലെ കൃഷിയിടത്തിൽ കടുവ കുടുങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. കമ്പിവേലിയിൽ കടുവ കുടുങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ഉണ്ട്. അരുൺ, ഈ കടുവയെ കണ്ടതാരാണ്? വനംവകുപ്പ് എത്തി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? കൊട്ടിയൂർ പന്നിയാമലയിലാണ് ഇത്തരത്തിൽ കൃഷിയിടത്തിൽ ഈ കടുവ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായത്. നമ്മളിപ്പോൾ ആ സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് ഏകദേശം 50 മീറ്റർ അകലെയാണ് ഈ കടുവ ഇത്തരത്തിൽ വേലിയിൽ കുടുങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഇവിടെ പോലീസുകാർ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ തടഞ്ഞ് നിർത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു ജനവാസ മേഖലയാണ്. ഇതിനു മുമ്പും ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ കടുവ ഉൾപ്പെടെ ഇവിടെ ഇത്തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടാവുന്നത് അപൂർവമാണ്. അതിൻ്റെ ഒരു ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും വനം വകുപ്പ് ഇപ്പോൾ ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച് മയക്കുവെടി വെക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കടുവയെ ഈ കൃഷിയിടത്തിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വനം വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുക എന്ന നടപടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പ് ഒരുക്കി വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ജനവാസ മേഖലയാണ്. വനാതിർത്തിയോട് ചേർന്ന മേഖലയാണെങ്കിൽ പോലും സമീപത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നാട്ടുകാരാണ് ഈ കടുവ ആദ്യം കണ്ടത്. എന്താ ചേട്ടൻ രാവിലെ എങ്ങനെയാണ് കണ്ടത്? ആദ്യം രാവിലെ കണ്ടത് വേറൊരാൾ റവറോട്ടാൻ പോയ ഒരാൾ. അപ്പോൾ പുള്ളി പോയി വരുമ്പോൾ വഴി കിടക്കുന്നതാണ് കാണുന്നത്. അവിടുന്ന് പുള്ളി പേടിച്ച് പോയിട്ട് വേറൊരാളെ കൂട്ടിക്കൊണ്ട് വന്നു. അന്നേരം അത് രണ്ടുപേരും കൂടെ കണ്ടപ്പോൾ തന്നെ ഇത് എന്തൊരു കാർച്ചയും കയറിയിട്ട് തൊട്ട് മേളിലേക്ക് കയറി കിടക്കുകയാണ്. ആ കിടപ്പ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഈ നേരത്തെ ഇവിടെ വന്യമൃഗശല്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നല്ല ഒരു ആളെ കൊന്നിട്ട് ഒരാൾ മരിച്ചേക്കുന്നു, ഒരാൾ ആന ഇതാക്കിയിട്ട് പിന്നെ കടുവേനെ പല പ്രാവശ്യം മലക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. ടാപ്പിങ്ങിന് പോകുന്നവർ കണ്ടിട്ടുണ്ട്. മുമ്പും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇത് നിരന്തരം പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്. വനത്തോട് ചേർന്ന അപ്പുറം ഫോറസ്റ്റ്, ഇതിൻ്റെ മേളുവശം ഫോറസ്റ്റ്, അപ്പം ചുറ്റിനും ഫോറസ്റ്റും ഉണ്ട്. കടുവ ഇങ്ങനെ കൃഷിയിടത്തിലൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇതേപോലെ കാണുന്നു, ജസ്റ്റ് ഓടുന്നു ആൾക്കാർ. ടാപ്പിങ്ങിനൊക്കെ പോകുന്നവർ പലപ്പോഴും കണ്ടിട്ട് ഓടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഇപ്പോൾ ഇവിടെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് എങ്ങനെയോ കുടുങ്ങി അവിടെ കിടക്കുന്നത്. അതിനാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ജനവാസ മേഖലയാണ്. എന്നാൽ ഇവിടെ മുമ്പും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. നേരത്തെ ആന, അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ഇത്തരത്തിൽ വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ് ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കടുവയെ പിടികൂടാൻ മയക്കുവെടി വെക്കും എന്ന് തന്നെയാണ് വനം വകുപ്പ് എന്തായാലും അറിയിക്കുന്നില്ല. അതിൻ്റെ നടപടികളിലേക്കാണ് വനം വകുപ്പ് കടക്കുന്നത്. ഉടൻ മയക്കുവെടി വെച്ച് അതിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ.